നിങ്ങൾ ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. ഇറാനിൽ സൗദി അറേബ്യ ബോംബിട്ടോ? ഇത് സത്യമാണോ അതോ വെറും ഒരു ഊഹാപോഹമാണോ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ഉണ്ടാകും. സംശയിക്കേണ്ട, നിങ്ങൾ കണ്ടതും കേട്ടതും പൂർണ്ണമായിട്ടും സത്യമാണ്. പശ്ചിമേഷ്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു വലിയ സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നയതന്ത്രത്തിന്റെ പാതയിലൂടെ മാത്രം എപ്പോഴും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന സൗദി അറേബ്യ തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളായിട്ടുള്ള ഇറാന്റെ മണ്ണിൽ നേരിട്ട് കയറി വളരെ രഹസ്യമായിട്ട് സൈനിക ആക്രമണങ്ങൾ അഥവാ ബോംബിംഗ് നടത്തിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി ആയിട്ടുള്ള റോയിട്ടേഴ്സ് ആണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഇറാനിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ ഈ വാർത്ത 100% സത്യമാണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗദി അറേബ്യ ഇറാന്റെ മണ്ണിൽ ഇങ്ങനെ നേരിട്ട് ഒരു സൈനിക നീക്കം നടത്തുന്നത്. എന്തിനാണ് സൗദി അറേബ്യ ഇത്രയും വലിയൊരു സാഹസത്തിന് മുതിർന്നത്? ഒരിക്കലും നേരിട്ട് യുദ്ധത്തിന് പോകാത്ത അവരെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇറാന്റെ ഉള്ളിൽ കയറി ആക്രമണം നടത്തിയത്? ഇതിനു പിന്നിൽ ലോകം മറിയാത്ത വളരെ വലിയ ചില രഹസ്യ കാരണങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥ തുടക്കം എവിടെ നിന്നാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തിലാണ് ഈ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വലിയൊരു സൈനിക ആക്രമണം ആരംഭിച്ചു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നായിരുന്നു ഇതിനവർ നൽകിയ പേര്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഗൾഫ് മേഖലയിലുള്ള സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ യുദ്ധത്തോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അമേരിക്കയുടെ ഈ നീക്കത്തെ അവർ ഉള്ളാലെ ഭയപ്പെട്ടിരുന്നു. കാരണം വളരെ ലളിതമാണ്. അമേരിക്കയും ഇസ്രായേലും വന്ന് ഇറാനിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ തീപ്പൊരി വീഴാൻ പോകുന്നത് തങ്ങളുടെ സ്വന്തം മണ്ണിലായിരിക്കും എന്ന് സൗദിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവിടെ സമാധാനം തകരും. അവരുടെ വലിയ ബിസിനസ്സുകളെയും എണ്ണ വ്യാപാരത്തെയും അത് ബാധിക്കും. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഈ കളി തങ്ങൾക്ക് വലിയ നാശമുണ്ടാക്കും എന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു. എന്നാൽ അവർ ഭയന്നത് തന്നെ സംഭവിച്ചു. അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇറാൻ വെറുതെ ഇരുന്നില്ല. അവർ അമേരിക്കയ്ക്കും ഇസ്രായേലും നേരെ തിരിച്ചടിക്കുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കാൻ തുടങ്ങി. അമേരിക്കയ്ക്ക് നിശബ്ദമായിട്ട് പിന്തുണ നൽകുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇറാന്റെ ഈ നീക്കം. ഇതോടെയാണ് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറിമറിഞ്ഞത്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ രാജ്യത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ സൗദി അറേബ്യ ശരിക്കും വലിയൊരു പ്രതിസന്ധിയിലായി. ഒരു വശത്ത് അവർക്ക് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്നുണ്ടായിരുന്നു. ആ മേഖലയിൽ സമാധാനം വരണം എന്ന് അവരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ മറുവശത്ത് ഇറാന്റെ ഈ ആക്രമണങ്ങളെ വെറുതെ നോക്കി നിൽക്കാനും അവർക്ക് കഴിയില്ലായിരുന്നു. ഒന്നും ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ വലിയൊരു പരാജയമായിട്ട് ലോകം കാണും എന്ന് അവർക്ക് തോന്നി. ഇനി ഒരിക്കലും തങ്ങളുടെ നേരെ ഒരു ആക്രമണം നടത്താൻ ഇറാൻ ധൈര്യപ്പെടരുത്. അതിന് ശക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തേ മതിയാകൂ എന്ന് സൗദി ഭരണകൂടം തീരുമാനിച്ചു. ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗദി സൈന്യം ഇറാന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് ഈ പറഞ്ഞ രഹസ്യ ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ അവർ ഇറാന്റെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ബോംബിട്ടത്, എന്തൊക്കെയാണ് തകർത്തത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ ഒരു രാജ്യവും തയ്യാറായിട്ടില്ല. ഈ വിവരങ്ങൾ വളരെ രഹസ്യമാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. തങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇറാന്റെ ഉള്ളിൽ കയറി അടിക്കാനും തങ്ങൾക്ക് അറിയാം എന്നൊരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ സൗദി നൽകിയത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ കൗതുകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇറാന്റെ മണ്ണിൽ ബോംബിട്ടത് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് സൗദി അറേബ്യ വളരെ ബുദ്ധിപരമായിട്ടുള്ള മറ്റൊരു കളി കൂടി കളിക്കുന്നുണ്ടായിരുന്നു. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ പ്രശ്നങ്ങൾ തീർക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യ തിരശ്ശീലയ്ക്ക് പിന്നിൽ വളരെ ശക്തമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഇറാനുമായിട്ടൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ സൗദിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് ചുരുക്കം. എന്തിനാണ് സൗദി ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇതിനു പിന്നിൽ സൗദിയുടെ സ്വന്തം നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വലിയ കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം സൗദി അറേബ്യയുടെ ഇന്നത്തെ പുതിയ വിദേശ നയമാണ്. ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് സൗദി ഇപ്പോൾ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഈ രാജ്യങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഇറാനും വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയുമായിട്ട് വലിയൊരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് പാകിസ്ഥാനോടും തുർക്കിയോടുമുള്ള ബന്ധം വഷളാകാൻ കാരണമാകുമെന്ന് ഇറാനും അറിയാം. സൗദി അറേബ്യ വളരെ തന്ത്രപരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ബന്ധത്തെയാണ്. തങ്ങൾക്ക് ചുറ്റും വലിയൊരു പ്രതിരോധ കോട്ട തീർക്കാൻ ഈ സഖ്യത്തിലൂടെ സൗദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം പറയാം. അത് സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സൗദിയിൽ കുടിവെള്ളം വളരെ കുറവാണ്.
കടൽ വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്ന വലിയ ഡീസാലിനേഷൻ പ്ലാന്റുകളെയാണ് അവർ വെള്ളത്തിനായിട്ട് പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്. ഇറാനുമായിട്ട് വലിയൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ്റെ മിസൈലുകൾ ആദ്യം വന്ന് വീഴാൻ പോകുന്നത് സൗദിയുടെ ഈ കുടിവെള്ള പ്ലാന്റുകളിലായിരിക്കും. അത് സംഭവിച്ചാൽ സൗദി അറേബ്യ എന്ന വലിയൊരു രാജ്യം അക്ഷരാർത്ഥത്തിൽ കുടിവെള്ളം കിട്ടാതെ വലയും എന്നുള്ളതാണ്. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകും. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ആക്രമണം നടത്തുമ്പോഴും സൗദി നയതന്ത്രത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇത്രയധികം കഷ്ടപ്പെട്ടത്. സൗദിയുടെ ഈ ശ്രമങ്ങൾ വെറുതെയായില്ല എന്ന് വേണം പറയാൻ. കാരണം ഏപ്രിൽ 7-നും 8-നുമായിട്ട് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാനേ അവർക്ക് സാധിച്ചു. ഇനി ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വില്ലനെ കുറിച്ച് കൂടി നമ്മൾ പറയണം. അത് സാക്ഷാൽ അമേരിക്കയാണ്. സൗദി അറേബ്യ ഇറാനിൽ നടത്തിയ ഈ രഹസ്യ ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. സൗദി ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക അത് വളരെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ അമേരിക്കയെ ഒട്ടും വിശ്വാസമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിനെ പോലെ എപ്പോൾ എന്തു ചെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു വ്യക്തി അമേരിക്കയുടെ തലപ്പത്തിരിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയെ എത്രത്തോളം പേടിയുണ്ടോ അതേ പേടി ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കുമുണ്ട്. അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഇറാന് നേരെ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ ട്രംപ് പെട്ടെന്ന് യുദ്ധം നിർത്തി അമേരിക്കൻ സൈന്യത്തെ തിരിച്ചു വിളിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ സൗദി അറേബ്യ ഇറാന്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടും. അമേരിക്ക അവരുടെ കാര്യം നോക്കിയിട്ട് പോകും. പക്ഷേ ബാക്കി വരുന്ന വലിയ പ്രത്യാഘാതങ്ങൾ മുഴുവൻ നേരിടേണ്ടി വരുന്നത് സൗദി ആയിരിക്കും. ഈ ഒരു ഭയം സൗദിയുടെ തീരുമാനങ്ങളെ വലിയ രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെ അമേരിക്ക പറയുന്നത് കേട്ട് തലയാട്ടുന്ന ഒരു രീതിയല്ല സൗദി ഇപ്പോൾ പിന്തുടരുന്നത്. തങ്ങളുടെ വിദേശ നയങ്ങളിൽ അവർ വലിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം അവർ നിലനിർത്തുന്നുണ്ട്. എന്നാൽ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പരിപാടി അവർ അവസാനിപ്പിക്കുകയാണ്. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനിൽ അവർ നടത്തിയ ഈ ആക്രമണം. അമേരിക്ക പറയുന്നത് മാത്രം കേട്ട് നിൽക്കാതെ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഒരു ഭീഷണി വന്നപ്പോൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് അവരെ തിരിച്ചടിച്ചു. ആരെങ്കിലും വന്ന് തങ്ങളെ ആക്രമിച്ചാൽ നോക്കി നിൽക്കുന്നവരല്ല തങ്ങളെന്നും ഇറാനും അമേരിക്കയും അവർ വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പക്ഷിവേശയിലെ കാര്യങ്ങൾ നമ്മൾ ഈ കാണുന്നത് പോലെ അത്ര നിസ്സാരമല്ല. അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും പിന്നിൽ ഇതുപോലെ വലിയ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളുണ്ട്. വരും ദിവസങ്ങളിൽ സൗദിയുടെയും ഇറാന്റെയും ഇടയിൽ കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഈ ഒരു പുതിയ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇറാന്റെ ഉള്ളിൽ കയറി ആക്രമിക്കാൻ സൗദി എടുത്ത ഈ തീരുമാനം ശരിയായിരുന്നു? നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.